ഭാരതത്തിലെ അതിപുരാതന നഗരങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് തിരുവനന്തപുരം നഗരത്തിന്റെ ഉയർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. തിരുവിതാംകൂറിന്റെ ആവിർഭാവ ഘട്ടത്തിൽ തലസ്ഥാനം പത്മനാഭപുരം ആയിരുന്നുവെങ്കിലും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതും കോട്ടകളും കൊട്ടാരങ്ങളും നിർമ്മിച്ച മാർത്താണ്ഡവർമ്മ തിരുവനന്തപുരം പരിഷ്കരിച്ചു. മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായ ധർമ്മരാജ തിരുവനന്തപുരം നഗരത്തിന്റെ അടിസ്ഥാന വികസന നടപടികൾ പൂർത്തീകരിച്ചു. തലസ്ഥാനം മാറ്റം പൂർണ്ണമായി രാജാ കേശവദാസ് വേലുത്തമ്പി ദളവയും നഗര വികസനത്തിന് ശ്രദ്ധേയമായ പങ്ക് വഹിച്ചു. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിന്റെ കാലത്ത് പ്രധാന നഗരങ്ങളിൽ ഒന്നായി തിരുവനന്തപുരം വികസിച്ചു. സവിശേഷമായ സാംസ്കാരിക ഭരണ ചരിത്രമുള്ള ഈ നഗരത്തിന്റെ സൗന്ദര്യവും മഹത്വവും മങ്ങാതെ കാത്തു സൂക്ഷിക്കുന്നതിന് നാം പ്രതിജ്ഞാബദ്ധരാണ്. നഗരത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പത്തുള്ള ക്ഷേത്രമാണ്. നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ആറ്റുകാൽ ദേവി ക്ഷേത്രം, പഴവങ്ങാട് ഗണപതി ക്ഷേത്രം, വെട്ടുകാട് മാതാ ദേവാലയം, ഭീമാപ്പള്ളി എന്നീ ആരാധനാലയങ്ങൾ മറ്റൊരിടത്തും കാണാത്ത പ്രത്യേകതകളാണ്. മതമൈത്രി കാത്തു സൂക്ഷിക്കുന്നതിന്റെ പ്രതീകമാണ് പാളയത്ത് വിവിധ മതങ്ങളുടേതായ 3 ആരാധനാലയങ്ങൾ. ഭാരതത്തിൽ ഭാഷാ സംസ്ഥാനങ്ങൾ രൂപം കൊണ്ട് 1956 നവംബർ 1 മുമ്പ് തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെയും 1949 മുമ്പ് തിരുവിതാംകൂറിന്റെയും തലസ്ഥാനമായിരുന്ന തിരുവനന്തപുരം നഗരത്തിന്റെ ഭരണ സാരഥ്യം 1921 വരെ സിറ്റി ഇംപ്രൂവ്മെന്റ് കമ്മിറ്റി എന്ന ഒരു സമിതിയായിരുന്നു നിർവഹിച്ചിരുന്നത്.